കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. സൊസൈറ്റി കെട്ടിടത്തിൽ നടന്ന ക്യാമ്പ് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള നിരവധി പേർ പ്രയോജനപ്പെടുത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ആതുര സേവന മേഖലയിൽ കഴിഞ്ഞ 15 വർഷക്കാലമായി കാഞ്ഞങ്ങാട് നഗരസഭ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജനകീയ ഡോക്ടർ NP രാജന്റെ നാമധേയത്തിലുള്ള കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആയുർവേദ ആശുപത്രിയുമായി സഹകരിച്ചാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തിയത്. കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിന് സമീപത്തുള്ള സൊസൈറ്റി കെട്ടിടത്തിൽ നടന്ന ക്യാമ്പ് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള നിരവധി പേർ പ്രയോജനപ്പെടുത്തി. പടന്നക്കാട് ആശുപത്രിയിലെ ഡോക്ടർമാരായ കെ പ്രേംരാജ്, ദീപ്തി കെ നായർ, ശ്രുതി കോടോത്ത് എന്നിവർ പരിശോധന നടത്തി. വിദഗ്ധ ചികിത്സയും തുടർ ചികിത്സയും ആവശ്യമുള്ളവർക്ക് ആശുപത്രിയുടെ സേവനം ലഭ്യമാക്കുന്ന രീതിയിലാണ് ക്യാമ്പ് നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിലെ ജില്ലാശുപത്രി പടന്നക്കാട് ആണുള്ളത്. അതായത് നമ്മുടെ നഗരസഭയുടെ പരിധിക്കകത്താണ്, നമ്മുടെ തൊട്ടടുത്താണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പലരും അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഇവിടെ കുഞ്ഞിരാമേട്ടൻ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം. അവിടെ പോയി കഴിഞ്ഞാല് അവിടെ വന്ന് ചികിത്സ തേടുന്ന ആ സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റു ജില്ലക്കാരുൾപ്പെടെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നുൾപ്പെടെ ആളുകൾ നമ്മുടെ ആശുപത്രിയിൽ, പടന്നക്കാട് ആയുർവേദ ആശുപത്രിയിൽ വന്ന് ചികിത്സ തേടുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അധികം പ്രയോജനപ്പെടുത്തുന്നില്ല. എന്തൊക്കെ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാത്തത് തന്നെയാണ് ഒരു കാരണം. സൊസൈറ്റി പ്രസിഡന്റ് C. കുഞ്ഞിരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ക്യാൻസർ രോഗികൾക്ക് വിഗൊരുക്കുന്നതിനായി മേലാങ്കോട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും ചെമ്മട്ടംവയൽ സ്വദേശികളുമായ അരുണിമ, മാളവിക എന്നിവർ തങ്ങളുടെ മുടി ദാനം ചെയ്തു. സൊസൈറ്റി രക്ഷാധികാരികളായ M. ശ്രീകണ്ഠൻ നായർ, മല്ലിക രാജൻ, ഗോകുലാനന്ദൻ മോനാച്ച തുടങ്ങിയവർ സംസാരിച്ചു. KT ജോഷിമോൻ സ്വാഗതവും സൊസൈറ്റി രക്ഷാധികാരി T. പത്മനാഭൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.